നോഷൻ വെക്കരുത്. ഇതാണ് ഏറ്റവും സ്കോറിംഗ് ഓപ്ഷണൽ എന്നുള്ളൊരു പ്രീ കൺസീവ്ഡ് നോഷൻ വെക്കരുത്. ഓക്കെ, സോ ബേസിക്കലി വൈ, വാട്ട് ആൻഡ് ഹൗ ഓഫ് PSIR ഓപ്ഷണൽ. അപ്പം ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ നേരത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്താണ്? ജോൺ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരുന്നു. ഹി സ്റ്റഡീഡ് ഫിസിക്സ് ഫോർ ഹിസ് ഗ്രാജുവേഷൻ. 1ാം വർഷം തന്നെ മനസ്സിലായി ഫിസിക്സ് ആളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. Slowly, he had a very close group of community where they started discussing about more issues which is happening around them. അപ്പം അതിൽ 1-2 പേര് പൊളിറ്റിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. പതുക്കെ IR ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഈവൻ ബിഫോർ ഹി കംപ്ലീറ്റ്സ് ഹിസ് തേർഡ് ഇയർ, I think he has made his mind that PSIR is going to be my option. Why? Only on the basis of his interest and passion for the subject. Each and every one of you will have interest and passion for certain subject. ചിലപ്പോൾ അത് നിങ്ങൾ ഡിഗ്രിക്ക് ഓൾറെഡി പഠിച്ചതാവാം, ചിലപ്പോൾ അത് ഡിഗ്രിക്ക് പഠിക്കാത്ത ഒരു പുതിയൊരു സബ്ജക്റ്റ് ആവാം. പക്ഷെ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ. ബൈ നിങ്ങൾ ഇനി ഒരു 1.5 വർഷം 2 വർഷം മിനിമം ദിസ് ഈസ് ഗോയിങ് ടു ബി പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സാധനം 2 വർഷം കൂടെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. റൈറ്റ്? ഞാൻ പറയാം, നമ്മുടെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നത് പോലാണ് നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നത്. എത്ര നാളെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ യു ഷുഡ് ഗീവ് ദാറ്റ് മച്ച് എംഫസിസ് ടു വാട്ട് സെലക്ടിങ് an option. Your background and your academic strength. ഓക്കെ, അപ്പം ചില സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് പോലൊക്കെ ചില പേപ്പേഴ്സ് അത് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നല്ല സ്ട്രോങ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കണം നിങ്ങൾ. കാരണം എന്താണെന്നറിയോ, മാത്സിന്റെ കോമ്പറ്റീഷൻ നടക്കുന്നത് എസ്പെഷ്യലി കുറച്ചുകൂടെ കൂടുതൽ IITians അതുപോലെ IIM എന്നൊക്കെ പാസ് ഔട്ട് ആവുന്നവരുമായിട്ട് ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് പൊതുവെ റൈറ്റിങ്ങിനോട് ഒരു ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾ കൊണ്ടുവന്ന് തോന്നുന്നുണ്ടെങ്കിൽ PSIR സോഷ്യോളജി പോലുള്ള ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര നല്ലതാണ്. ആൻഡ് അഗെയിൻ ദാറ്റ് ഈസ് അനദർ എലമെന്റ് ദാറ്റ് യു ഷുഡ് ലുക്ക് ഇൻ ടു. ദെൻ സ്കോറിംഗ് പൊട്ടൻഷ്യൽ. ആസ് ഐ ടോൾഡ് യു, എവറി ഓപ്ഷൻ വിൽ ഹാവ് ദാറ്റ് സ്കോറിംഗ് പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷനിലും ഉണ്ട്. നിങ്ങൾ ടോപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിയേർഡ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള, ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇതിൽ നിന്നൊക്കെ ടോപ്പേഴ്സ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഓൺലി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷണൽസ് ആർ ഹാവിങ് എ ബെറ്റർ സ്കോറിംഗ് പൊട്ടൻഷ്യൽ. അങ്ങനെയൊന്നുമില്ല. സയന്റിഫിക് ഓർ സയൻസ് സബ്ജക്ട്, എഞ്ചിനീയറിംഗ് സബ്ജക്ട്, മാത്തമാറ്റിക്സ് സബ്ജക്ട്, ഇതിനൊക്കെ സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഇത് നല്ലവണ്ണം സ്കോറിംഗ് ആണ്, ഇത് നീ എടുത്തോ എന്ന് ആർക്കും ശരിക്കും പറയാൻ പറ്റത്തില്ല. Scoring potential is there for everyone. The question is that what is your potential to score in that? മനസ്സിലായോ? ഓപ്ഷണൽ സ്കോറിംഗ് പൊട്ടൻഷ്യലൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ടു സ്കോർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഓപ്ഷനിലായിരിക്കണം. ഓവർലാപ്പ് വിത്ത് ജനറൽ സ്റ്റഡീസ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഒക്ടോബർ ബാച്ചാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് റിസോഴ്സ് ഏതാ? ടൈം. അടുത്ത ജൂണിൽ പരീക്ഷ എഴുതണമല്ലോ അല്ലേ? അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് GS ലേക്ക് ഓവർലാപ്പ് ഉണ്ടോ അത്രത്തോളം നല്ലതായിരിക്കും. ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ഈസ് വൺ സബ്ജക്ട് വിച്ച് വി സ്ട്രോങ്ലി സേ ദാറ്റ് ഏറ്റവും കൂടുതൽ ഓവർലാപ്പ് ഉള്ള ഞങ്ങൾ പറയും. കുറച്ച് കഴിയുമ്പോൾ നിഖിൽ സാർ വന്നിട്ട് പറയും ഏറ്റവും കൂടുതൽ ഓവർലാപ്പ് ഉള്ള ജോഗ്രഫിക്കാന്ന് പറയും. നാളെ സോഷ്യോളജിയിലും പറയും. ബട്ട് യു ബി ദ ജഡ്ജ് ഓഫ് ദാറ്റ്. കാരണം ഓവർലാപ്പ് ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത്, എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ബേസിക്കലി നിങ്ങൾക്കൊരു മാനുവൽ കിട്ടിയില്ലല്ലോ, നിങ്ങൾക്ക് അടുത്ത ദിവസം മാനുവൽ വരുന്നുണ്ടാവും, അതിൽ സിലബസ് വന്നിട്ടുണ്ടാവും. അപ്പൊ സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റ്? ഓക്കെ. ഇനി ഓവർലാപ്പ് വിത്ത് ജനറൽ സ്റ്റഡീസ്. അവൈലബിലിറ്റി ഓഫ് ദ സ്റ്റഡി മെറ്റീരിയൽസ്. ഇത് പണ്ട് കാലത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രെയിൻ ആയിരുന്നു. ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടാൻ വലിയ പാടാ. ഇന്ന് അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടി ഇല്ല. കാരണം എന്താ? ഇപ്പൊ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എവറി മെറ്റീരിയൽ ഈസ് ആക്ച്വലി അവൈലബിൾ. അപ്പൊ പണ്ട് ചില ക്ലാസ്സുകളിലൊക്കെ പറ്റി ഡൽഹിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡൽഹിയിൽ പോയി കളക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഏറ്റവും കൂടുതൽ ഓർഡർ എന്ന് പറയുന്നത് ഇന്ന ഓപ്ഷനിലെ മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് ഫ്രണ്ട്സ് പറഞ്ഞു വിട്ടതാണ്. ഓക്കെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇത് ഡൽഹിയിലെ മെറ്റീരിയൽ നമുക്ക് ഇവിടെ കിട്ടണമെന്ന് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഗോയിങ് ടു ബി വെരി ക്രൂഷ്യൽ. പക്ഷെ you should make sure that you are having proper availability of study material. Then, you see, even if you are going to select a topic which you have studied in your graduation, challenge എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പഠിച്ച സോഷ്യോളജിയാണ്. നിങ്ങൾ എന്നിട്ട് സോഷ്യോളജി ഓപ്ഷനിൽ എടുക്കാനിരിക്കുക. ഡോണ്ട് ഡു ഇറ്റ് അലോൺ. കാരണം നിങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിച്ച അതേ ഫോർമാറ്റിലായിരിക്കില്ല UPSC എക്സാമിനേഷനിലേക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ UPSC എക്സാമിനേഷൻ്റെ ഫോർമാറ്റിലേക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ പ്രോസസ്സിൽ കൂടെ ഓൾറെഡി പോയ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ
ചിലപ്പോൾ മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും പർട്ടിക്കുലർ സബ്ജക്റ്റിൽ. ഐ ഡോണ്ട് ഹാവ് ഈവൻ എ ഡിഗ്രി ഇൻ പൊളിറ്റിക്കൽ സയൻസ്. എൻ്റെ കയ്യിലുള്ളത്, ഞാൻ 2 തവണ ഇന്റർവ്യൂവിന് പോയത് പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷനിൽ വെച്ചിട്ടാണ്. ജോണെ പോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഞാൻ ഗൈഡ് ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് വെച്ചിട്ടാണ്. സോ as someone who has guided many and as someone who has seen the process, they will actually be able to guide you in a better manner. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളത് തന്നെ പ്രിപ്പയർ ചെയ്യാനിരിക്കല്ലേ. തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വേറൊരു മിസ്റ്റേക്ക് കൂടെ വരുത്തും. എന്താണെന്നറിയോ? സോഷ്യോളജി സിലബസ് എടുത്ത് നോക്കി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിലബസ് എടുത്ത് നോക്കി, ഇത് ഞാൻ പഠിച്ചു, ഇത് പഠിച്ചു, ഇത് പഠിച്ചു, ഇതെല്ലാം ഞാൻ പഠിച്ചതാ. ആൻഡ് യു ഡോണ്ട് സ്റ്റഡി ഓപ്ഷണൽ. ബിക്കോസ് എന്തുകൊണ്ടാ? ദർ ഇസ് ലോട്ട് ടു സ്റ്റഡി ഇൻ GS. അപ്പം നിങ്ങളുടെ ടൈം കൂടുതലും ആരെടുക്കും? GSന്റെ പഠനത്തിനായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. ആൻഡ് ബൈ ദ ടൈം യു ക്ലിയർ ദ പ്രിലിംസ് ആൻഡ് യു ആർ റെഡി ഫോർ യുവർ ഓപ്ഷണൽ, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. ദാറ്റ് ഈസ് അനദർ ആസ്പെക്ട് വിത്ത് റിഗാർഡ് ടു വാട്ട്? വിത്ത് റിഗാർഡ് ടു ഓപ്ഷണൽ. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റ് ആണെങ്കിലും ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് ഗൈഡൻസ് ഓർ കോച്ചിങ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേപ്പർ. ആൻഡ് പ്രീവിയസ് പെർഫോമൻസ് ഓവർ ദ പീരീഡ് സെർട്ടൺ. ഇപ്പം എല്ലാ തവണയും ഇത്തവണ ഒരു പേപ്പർ നല്ലോണം പെർഫോം ചെയ്തു, അത് അടുത്ത തവണ കൺസിസ്റ്റന്റ് ആയിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പം എപ്പോഴും പണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യുന്നൊരു പേപ്പർ വീണ്ടും അങ്ങനെ തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്തുമാത്രം എഫേർട്ടാണ് ആ പേപ്പറിൽ ഇടുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഡിറ്റർമിനിങ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എലമെന്റുകൾ നമ്മൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഫ്രണ്ടിലുള്ള എല്ലാ ഓപ്ഷനിലേക്കും നിങ്ങൾ 7 ചോദ്യങ്ങൾ ചോദിക്കുക. To what extent you will actually be able to get answer that will actually help you to get better decisions on that. Now, why PSIR? First point, interest and aptitude. നിങ്ങൾക്ക് ഇന്ത്യയുടെ ചുറ്റും നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം ഹമാസ് is attacking Israel. Are you keen to understand that why Hamas is doing that? Why at this particular time? എന്താണ് ഇസ്രായേൽ എങ്ങനെയായിരിക്കും റിപ്ലൈ ചെയ്യുക? എന്തായിരിക്കും ഇതിന് ഇന്റർനാഷണൽ റിലേഷൻസ്? ഇപ്പം ഇതിലേക്ക് പല കൺട്രീസും പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. പലരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, ചിലർ പലസ്തീനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ നോർത്ത് കൊറിയ പോലും ഹാഡ് എ സേ ഓൺ ദിസ് പർട്ടിക്കുലർ തിങ്. അപ്പൊ ഇഫ് യു ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇനി അത് മാത്രമല്ല ഇന്ത്യയുടെ തന്നെ പൊളിറ്റിക്സ് എടുത്ത് നോക്കുക. അപ്പം നമ്മുടെ പൊളിറ്റിക്കൽ റിലേഷൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇതിലൊക്കെ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ PSIR is actually a very good option for you. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഉള്ളതാണ്, വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാം വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് ഇന്ത്യൻ ആൾക്കാർ ചോദിക്കാം, ഇന്ത്യയിൽ നിന്ന് ഇന്ന ആളായിരിക്കും ചോദിക്കുന്നത്, തിയറി ഇതായിരിക്കും ചോദിക്കുന്നത്. സിലബസ് ഡിഫൈൻഡ് ആണ്, ആ ഡെഫിനേഷനിൽ നിന്നും ഏതൊക്കെ ആയിരിക്കും ചോദിക്കുന്നതെന്നുള്ള മനസ്സിലാക്കാം. ഓവർലാപ്പ് വിത്ത് ജനറൽ സ്റ്റഡീസ്, GS ആയിട്ട് നല്ല രീതിയിൽ ഓവർലാപ്പ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പേപ്പർ GS 1ന്റെ സിലബസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും GS 1 വേൾഡ് ഹിസ്റ്ററി പഠിക്കണം. കമ്മ്യൂണിസം, സോഷ്യലിസം, ലിബറലിസം, ക്യാപിറ്റലിസം പോലുള്ള ഐഡിയോളജീസിനെ പറ്റി പഠിക്കണം. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള വേൾഡ് ഹിസ്റ്ററി, സെക്കൻഡ് വേൾഡ് വാറിലേക്ക് ലീഡ് ചെയ്ത ഹിസ്റ്ററി, അതുപോലെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള വേൾഡ് ഹിസ്റ്ററി, ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ തന്നെ നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട്, PSIR ഓപ്ഷനിലും പഠിക്കുന്നുണ്ട്. അപ്പം കമ്മ്യൂണിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം, ലിബറലിസം, ഫാസിസം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഫെമിനിസം എന്നൊക്കെ പറയുന്ന ഫണ്ടമെന്റൽ ഐഡിയോളജി നമ്മൾ പഠിക്കുന്നത് എവിടുന്ന? പഠിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ നിന്നാണ്. പേപ്പർ 1 അതൊക്കെ ഉണ്ട്. പേപ്പർ 2 നമ്മൾ എന്താ GS2 പഠിക്കുന്നത്? ഇന്ത്യൻ ഗവൺമെന്റ്, അതിന്റെ പൊളിറ്റിക്സ്, അതിന്റെ റിലേഷൻസ്. ദാറ്റ് ഈസ് അഗെയിൻ സംതിങ് ദാറ്റ് വിൽ ബി സ്റ്റഡിങ് ഇൻ PSIR. പിന്നെ GS2 പേപ്പറിന്റെ അകത്ത് നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കാനുണ്ട്. ദാറ്റ് അഗെയിൻ കംസ് അണ്ടർ PSIR. GS3 വരുമ്പോഴത്തേക്കും ഇന്റേണൽ സെക്യൂരിറ്റി പോലുള്ള എലമെന്റ്സ് ഉണ്ട്, അവിടെയും PSIRന്റെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. നമ്മൾ essay എടുക്കുമ്പോഴത്തേക്ക് essayക്കകത്ത് ഇപ്പം ഫേമസ് പേഴ്സണാലിറ്റിയുടെ സ്റ്റോറീസ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. ആരുടെയൊക്കെയാ? പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, മാക്വെല്ലി, ഗാന്ധിജി, അംബേദ്കർ, ടാഗോർ, ഇവരൊക്കെ നമ്മൾ എവിടെ കവർ ചെയ്യുന്നുണ്ട്? ഇവരെ നമ്മൾ PSIRന്റെ സിലബസ് വെച്ച് നോക്കുമ്പോൾ അവിടെയും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവർലാപ്പ് എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആണ്, പക്ഷെ രണ്ടും പഠിക്കുന്ന രീതി വ്യത്യാസമാണ്. ഒരിടത്ത് നമ്മൾ കുറച്ചും കൂടെ മൈക്രോ രീതിയിൽ, അത് GS പഠിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മൈക്രോ ആണ് നമ്മൾ നോക്കുന്നെങ്കിൽ, ഓപ്ഷനിൽ കുറച്ചുകൂടെ മാക്രോ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നോക്കുന്നത്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ സബ്ജക്റ്റുകൾ സിമിലർ ആയിട്ടായിരിക്കും പഠിക്കുക. പിന്നെ എന്താണ് ശരിക്കും PSIR പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PSIRന്റെ പേപ്പറിനെ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നിൽ നമ്മൾ പഠിക്കുന്നത് വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആൻഡ് ദ തിയറീസ്. അവിടെയാണ് ഫേമസ് തിങ്കേഴ്സ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, മാക്കിയവെല്ലി, ഹോബ്സ്, മാർക്സ്, അല്ലെ? ഇപ്പം
ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മിക്കൊരു സിനിമയിലും ഒരു നോർത്തേൺ സൈഡിൽ നിന്നുള്ളൊരു വീടൊക്കെ കാണിക്കുമ്പോഴത്തേക്കും വലിയ താടി വെച്ചൊരു അപ്പൂപ്പന്റെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. മാർസ് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ എവറിഡേ ലൈഫിൽ എപ്പോഴും പാർട്ട് തന്നെ. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ മാർസ് പറഞ്ഞത്? എത്രത്തോളമാണ് അത് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ നാട്ടിലെ ലോകത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്? ഹൗ ഡിഫറെന്റ് ഈസ് വാട്ട് മാർസ് ഹാസ് ടോൾഡ് ആൻഡ് വാട്ട് മാർസ് ഈസ് ബീങ് പ്രാക്ടീസ്ഡ്? അപ്പൊ അങ്ങനെ ഫേമസ് തിങ്കേഴ്സിന്റെ ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നമുക്കറിയാവുന്ന മോഡേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാ? വി ഹാവ് ദ ഗവൺമെന്റ് ഈസ് ദർ, റൈറ്റ്? വിത്തിൻ ഗവൺമെന്റ് ദർ ഇസ് ലെജിസ്ലേച്ചർ, ദർ ഇസ് എക്സിക്യൂട്ടീവ്, ദർ ഇസ് ജുഡീഷ്യറി. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം? ഇപ്പൊ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ കാണാറുണ്ട് അല്ലെ? ആരാണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. സോ വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഓഫ് ദ മോഡേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ബ്യൂറോക്രസി കുറെ കൂടി എഫക്റ്റീവ്ലി മനസ്സിലാക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഒരു ക്രൂഷ്യൽ എലമെന്റ് എന്താണെന്ന് അറിയാം? നമുക്കത് അത് പ്രിലിംസിൽ ഇമ്പോർട്ടൻ്റ്. IGP നമ്മൾ ഓൾറെഡി കണ്ടതാ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവർണൻസ് വരുന്നത്. പിന്നെ GS2 നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോഴത്തേക്കും ആ PSIR നോളജ് നമുക്കൊരു അഡീഷണൽ ഇൻപുട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് ഓപ്ഷനിൽ നിന്നുള്ള ആളും ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ കറസ്പോണ്ടിങ്ങിൽ UPSC ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കത്തില്ലേ, ഇപ്പൊ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് അറ്റാക്കിനെ പറ്റി എന്താ നിങ്ങളുടെ ഒബ്സർവേഷൻ? അത് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്? സാർ ഞാൻ സോഷ്യോളജി ഓപ്ഷനാണ്, ഞാനത് നോക്കത്തില്ല സാർ. സാർ ഞാൻ ലാംഗ്വേജാണ് പഠിക്കുന്നത്, പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല, യു ആർ സപ്പോസ് ടു നോ അബൌട്ട് ഇറ്റ്. അപ്പം IR എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഇത് ഏതൊരു ആസ്പിരന്റിന് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അത് ഇന്റർവ്യൂ ഡയമെൻഷനിലേക്ക് വരുമ്പോഴത്തേക്കും അത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് ഇസ് വെയർ അഗെയിൻ PSIR കംസ് ഇൻ യുവർ ഹെൽപ്പ്. പിന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു ഡെവലപ്ഡ് ആണോ ഡെവലപ്പിംഗ് ആണോ? അല്ലെ, നമ്മൾ പലപ്പോഴും ദർ ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഡെവലപ്പിംഗ് ആണെന്ന് വെച്ചാൽ അല്ല, നമ്മൾ അത് കഴിഞ്ഞു. ഡെവലപ്ഡ് ആയെന്ന് വെച്ചാൽ ഇല്ല, എത്തിയിട്ടില്ല. അപ്പം ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള എക്കണോമി ഡെവലപ്ഡ് ആയിട്ടുള്ള എക്കണോമി നോക്കുമ്പോൾ ഒരേ രീതിയിലാണ് പൊളിറ്റിക്കൽ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നത്. അല്ലെ, വ്യത്യാസമുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അവധി ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാറുണ്ട്. ഇനി ഇന്ത്യ, ഇപ്പൊ ഞാൻ പറയുന്ന രാജ്യങ്ങളുടെ പ്രത്യേകത പറയണേ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള ചില കൺട്രീസ്, ഇതെല്ലാം പണ്ട് കൊളോണിയൽ പവേഴ്സ് റൂൾ ചെയ്ത രാജ്യങ്ങൾ അല്ലെ. അപ്പൊ ഈ പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റ്സ് എന്ന് വേണേൽ വിളിക്കാം. കൊളോണിയൽ പണ്ട് ബ്രിട്ടനോ ഫ്രാൻസ് ആരിലൊക്കെ റൂൾ ചെയ്ത അവർ റൂൾ ചെയ്ത സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം വേണം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എലമെന്റുകളെ കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ പഠിക്കുന്നത്. ഒരു സിവിൽ സർവന്റ് എന്നുള്ള രീതിയിൽ ഏത് പ്രാക്ടീസ് എവിടെ എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാനും നമുക്ക് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമുക്ക് പല രാജ്യങ്ങളിലും അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ, ഇത്തരമൊക്കെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്താണ് അതും കിട്ടുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് മനസ്സിലാക്കുമ്പോഴത്തേക്കും. ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡിങ് ദ ഡൈനാമിക്സ് ഓഫ് ഇന്ത്യസ് ഡൊമസ്റ്റിക് പോളിസീസ് ആൻഡ് ഇറ്റ്സ് ഫോറിൻ പോളിസി. ദാറ്റ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, എവറി ആസ്പിരന്റ് ഇറസ്പെക്റ്റീവ് വാട്ട് എവർ ദർ ഓപ്ഷൻ ഈസ് യു ആർ സപ്പോസ് ടു ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. അതിപ്പം GS2 അകത്ത് ചോദ്യങ്ങൾ ചോദിക്കാം, അതുപോലെ തന്നെ ഇന്റർവ്യൂവിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പം IR മാപ്പ് എന്ന് പറയുന്നത് പ്രിലിംസിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് പ്ലേയിങ് എ വെരി ക്രൂഷ്യൽ റോൾ. അപ്പം ദിസ് ഈസ് നോട്ട് ഓൺലി ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ യുവർ മെയിൻസ് എക്സാമിനേഷൻ ബട്ട് ഈവൻ സപ്പോർട്ട് യു ഇൻ യുവർ prelims examination also. Okay. And before moving to how PSIR, I will hand it over to him. You need to give some input over here also, right? ഒരു പോയിന്റ് ഞാൻ പറയാണ്. PSIR നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ലെങ്തി സബ്ജക്ട്. ഞാൻ അതിനെ കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്യുന്നില്ല, വലിയ സബ്ജക്റ്റാണ്. പക്ഷെ നമ്മൾ സിലബസ് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദർ ആർ മൾട്ടിപ്പിൾ പ്ലേസസ് വെർ തിങ്സ് ആർ ഗെറ്റിംഗ് റിപ്പീറ്റഡ്. നമുക്ക് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിൽ മാർസിനെ പറ്റി പഠിക്കാനുണ്ട്, ഐഡിയോളജി എടുക്കുമ്പോൾ മാർസിസം ഉണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ നമുക്ക് ഗാന്ധിജി പഠിക്കാനുണ്ട്, ഐഡിയോളജി നോക്കുമ്പോൾ ഗാന്ധിസം ഉണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ GS ഭയങ്കര ക്രൂഷ്യൽ ആവുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ഉള്ള ഒരു ഓപ്ഷനിലാണ്. അതായത് നിങ്ങൾക്ക് GSലേക്ക് നിങ്ങൾക്ക് എവിടെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ കൂടുതൽ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കുറച്ച് പഠിച്ചിട്ട് ഈ പരീക്ഷ പാസ്സാവാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ കൂടെ അല്ല നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, someone who has actually tried to clear this examination for the past 2-3 times and was done it successfully for last 2 times. Now let me hand it over to John. Okay, John will actually be talking about the rest of the thing, and if you have any queries also, John will take up. John will be available towards November and all. Then he will actually be leaving for
his classes, but over there also he will be taking some online sessions for us also. Okay. Anyway, I will hand it over to him. Yeah. Good evening. ചായ കുടിക്കാറായി. ഓൾറൈറ്റ്. എത്ര മണി മുതൽ ഇരിക്കാൻ തുടങ്ങിയതാ? 2 മണി. ഓക്കെ. ബോറടിച്ചോ? ശേഷം ആദ്യത്തെ ദിവസമല്ലേ? റൈറ്റ്. ഓക്കെ. സോ ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഓൾറെഡി ഉണ്ട് ഇവിടെ. ദർ ആർ പീപ്പിൾ ഹു ഹാവ് ഓൾറെഡി സെലക്ടഡ് യുവർ ഓപ്ഷൻസ്. സോ വാട്ട് എവർ വാസ് ഡിസ്കസ് റിഗാർഡിംഗ് PSIR ഓപ്ഷണൽ, ഞാൻ പറയാൻ പോകുന്നതും മുമ്പ് സാറ് പറഞ്ഞതും ഇറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ പീപ്പിൾ ഹു ഹാവ് ഓൾറെഡി ഡിസൈഡഡ്. ഓക്കെ. തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് സംബന്ധിച്ച് ഇതുമായിട്ടൊരു റെലവൻസ് ഇല്ല. ഓൺലൈൻ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓഡിബിൾ റൈറ്റ്? ഓക്കെ. പീപ്പിൾ ഹാവ് നോട്ട് ഡിസൈഡ് ചെയ്യാത്ത ആൾക്കാർക്ക് കുറച്ച് റെലവൻ്റ് ആണ്. പിന്നെ ഡിസൈഡ് ചെയ്തെന്ന് പറഞ്ഞ ആൾക്കാരും ഐ ഹോപ്പ് ദാറ്റ് സി നമ്മുടെ ഒരു ഡിസിഷൻ കംപ്ലീറ്റ് ആവുന്നത് ഇറ്റ്സ് വെൻ യു ഡൺ 2-3 തിങ്സ്. സ്പെസിഫിക്കലി UPSCയെ സംബന്ധിച്ച് നമ്മൾ ഓപ്ഷൻ എടുക്കും. ഫസ്റ്റ്ലി സിലബസ് വായിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, വാട്ട് ഇസ് ദെയർ ഇൻ പേപ്പർ 1, വാട്ട് ഇസ് ദെയർ ഇൻ പേപ്പർ 2. രണ്ടാമത്തെ കാര്യം പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം ഒന്നെങ്കിൽ ഓപ്ഷനിൽ എടുത്ത് ക്ലിയർ ചെയ്ത ആരോടെങ്കിലും, അല്ലെങ്കിൽ ഓപ്ഷനിൽ എടുത്ത് റിപ്പീറ്റഡ്ലി ഹൈ സ്കോർ വെച്ച് ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ആരുടെയെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് സെഷൻസോ വല്ലതും കണ്ടിട്ടുള്ള ആൾക്കാർ. ആൻഡ് ദെൻ ഫൈനലി കുറച്ച് ടോപ്പേഴ്സിന്റെ ആൻസർ സ്ക്രിപ്റ്റ്സ് വായിച്ചിട്ടുള്ള ആൾക്കാർ. അതിന്ന് ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആണ്. എല്ലാ ഓപ്ഷനിലെയും ടോപ്പേഴ്സിന്റെ ആൻസർ സ്ക്രിപ്റ്റുകൾ നമുക്ക് കിട്ടും പല സോഴ്സിൽ നിന്ന്. ഇന്റർനെറ്റിൽ ഫ്രീ ആയിട്ട് ഈസിലി ആയിട്ട് അവൈലബിൾ ആണ്. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ ഈ ഓപ്ഷണൽ എന്ന് പറയുന്ന നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്റ്റിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെയുള്ളവരാണ് ആക്ച്വലി ശരിക്കും ഈ ഓപ്ഷണൽ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ മാത്തമാറ്റിക്സ് ആണ് ഡിഗ്രിക്ക് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ മാത്സ് എടുക്കുന്നു എന്ന് പറഞ്ഞ് ഐ ഹാവ് ഡിസൈഡ് ദ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് യു റീകൺസിഡർ മാറ്റണമെന്നല്ല, ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. അത് ചെയ്തിട്ടും നിങ്ങൾ മാത്സ് തന്നെയാണ് എടുക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ ദെൻ യുവർ ഡിസിഷൻ ഇസ് കംപ്ലീറ്റ്. അതർവൈസ് ഈ ഒരു UPSCയുടെ പെർസ്പെക്റ്റീവിന് ഐ വുഡ് സേ ദാറ്റ് യുവർ ഡിസിഷൻ ഇസ് നോട്ട് ഫൈൻ. ഓക്കെ. അപ്പോൾ അത്രയും ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വാട്ട് എവർ ഐ എം ഗോയിങ് ടു സേ, വാട്ട് എവർ ഹാസ് സെഡ്, പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ടു യുവർ മൈൻഡ്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത്. യു മസ്റ്റ് ഹാവ് അപ്ലൈഡ് യുവർ മൈൻഡ്. സോ സ്റ്റിക്ക് വിത്ത് ദാറ്റ്. സാർ പറഞ്ഞാൽ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ഓപ്ഷനിലെ സ്നേഹിക്കുക, ഓപ്ഷനിലെ പരിപാലിക്കുക, ഓപ്ഷനിൽ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുക എന്ന് പ്രതീക്ഷിക്കുക. ഓൾ റൈറ്റ്, ഫൈൻ. ആൻഡ് അഗെയിൻ സ്കോറിംഗ് ഓപ്ഷൻ നോൺ സ്കോറിംഗ് ഓപ്ഷനിലും ചോദിച്ചു. PSIR സംബന്ധിച്ച് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് എഴുതിയിട്ടുള്ള നമ്മുടെ കൂടെ തന്നെ അസോസിയേറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ 283+ ഒക്കെ വന്നിട്ടുണ്ട്. 275+ 2 ആൾക്കാരുണ്ട്. കുറവാണ്. PSIR മെയിൻസ് എഴുതിയ ആൾക്കാർ കുറവാണ്. കാരണം ബാക്കി ഒരു 3-4 സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ് കേരളത്തിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സബ്ജക്റ്റുകൾ ഒന്നാണെങ്കിലും റിലേറ്റീവ്ലി നമ്മളെക്കാളും കൂടുതൽ മെയിൻസ് എഴുതുന്ന അല്ലെങ്കിൽ ഓപ്ഷനിൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ റീസെൻറ്റ് ഇയേഴ്സിലെ ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കുറച്ച് അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചില എക്സാമിൻ്റെ നേച്ചർ ഒരു രീതിയിൽ മാറുന്നു. സോ എവറി ഇയർ നൗ വി ആർ ഹാവിംഗ് പീപ്പിൾ ആർ സ്കോറിംഗ് ഇൻ ദി ഹൈ അബൌട്ട് 200s, 280s, 290s. കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 21-ൽ PSIR ടോപ്പ് ചെയ്ത കേരളത്തിൽ 293 മാർക്സ് ആയിരുന്നു. ലാസ്റ്റ് ഇയർ 283 ആണ്. 283 ടോപ്പ് ചെയ്ത അമൽ PV നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്ന ആളാണ്. ഐ ഹാവ് ഓൾസോ പ്രിപ്പയർഡ് വിത്ത് 276 നമ്മുടെ ഇവിടുത്തെ ഒരു മെന്റർ ഹി ഹാസ് സ്കോർഡ്. സോ ദിസ് ടോക്ക് ഓഫ് ഓപ്ഷണൽ, സം ഓപ്ഷൻസ് ബീങ് സ്കോറിംഗ് ഓപ്ഷണൽ, സം നോട്ട് ബീങ് സ്കോറിംഗ് ഓപ്ഷൻസ്, അത് ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ മാത്സ് ഓപ്ഷണൽ സ്കോറിംഗ് ഓപ്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്ത് ഒരു സ്കോറിംഗ് ഓപ്ഷനാണ്, ഫിസിക്സ് ഒരു സ്കോറിംഗ് ഓപ്ഷനാണ്. അങ്ങനെയുള്ള സബ്ജക്റ്റിനെ നമുക്ക് സ്കോറിംഗ് ഓപ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കിതിൽ കുറേ കാര്യങ്ങൾ അറിയാം. നമ്മൾ മാത്തിലൊരു 500 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. മാത്തിൽ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള
ഹൈ എബിലിറ്റി ഉള്ള ഒരാൾ എന്തായാലും മാത്ത് എഴുതി കഴിഞ്ഞാൽ ഒരു 300+ മേടിക്കാൻ അയാൾക്ക് കുറച്ചും കൂടെ എന്താണ് സോളിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. കാരണം മാത്തിൽ 400 മാർക്കിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 300 മാർക്ക് കിട്ടും, അല്ല 450 മാർക്കിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനത്തെ ഈ മാത്തും ഫിസിക്സും ഒക്കെ സ്കോറിംഗ് ഓപ്ഷനിലാണെന്ന് പറയുന്നതിൽ ഒരു ലോജിക് ഉണ്ട്. പക്ഷേ ആർട്സ് സബ്ജക്റ്റുകളുടെ കേസിൽ ദർ ഇസ് നോ ലോജിക്. വാട്ട് എവർ അതർ സബ്ജക്ട്, ദർ ഇസ് നോ ലോജിക് ഇൻ സെയിങ് ദാറ്റ് സം ഓപ്ഷൻ ഇസ് എ സ്കോറിംഗ് സബ്ജക്ട് ഓർ സം ഓപ്ഷൻ ഇസ് നോട്ട് എ സ്കോറിംഗ്. മാത്സ് സ്കോറിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്ത് എടുക്കാൻ പോവാണെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, കുറച്ച് റിയാലിറ്റി ചെക്സ് ഒക്കെ വേണം. മാത്ത് എഴുതി ടോപ്പറായ ആൾക്കാരുണ്ട്. കേരളത്തിൽ 2021 എക്സാമിലെ ടോപ്പർ ദിലീപ് കെ കൈനികര മാത്ത് ഓപ്ഷനിലാണ്. മാത്തിന് ഐ തിങ്ക് 300+ മാർക്സ് ഉണ്ടായിരുന്നു. ഈ വർഷം ഗൗതം രാജ് 63, പുള്ളിക്കാരന് മാത്ത് ഓപ്ഷനിലാണ്. പക്ഷെ മാത്ത് എടുത്തിട്ട് ടോപ്പർ ആവുന്ന ആൾക്കാരിൽ 10 പേരിൽ 9 പേരും എവിടെ പഠിച്ചവരാണ്? IIT പഠിച്ച ആൾക്കാരാണ്. എന്നുവെച്ചാൽ IIT പഠിക്കണമെന്നല്ല, നിങ്ങൾക്ക് ആ ലെവലിലുള്ള സ്കില്ല് വേണം. ഇഫ് യു ഹാവ് ദറ്റ് സ്കിൽ, പ്ലീസ് ഗോ ടേക്ക് മാത്ത് ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദറ്റ് സബ്ജക്ട്. പിന്നെ PSIR നമ്മളിപ്പോൾ ഓറിയന്റേഷൻ നടത്തുകയാണ്. സ്പിൻ ഓഫ് ബെനിഫിറ്റ് ഉണ്ട്. എന്താണ് നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞു IGPയിൽ പഠിക്കുന്ന കാര്യങ്ങൾ GS2 വരും. GS2 is basically whatever is in GS2 is relevant for PSIR. And when you study PSIR, നമുക്ക് GS2-നുള്ള കുറച്ച് വാല്യൂ അഡിഷൻ കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കിട്ടും. എന്ന് വെച്ച് നിങ്ങൾക്ക് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ലെങ്കിൽ ദയവേത് PSIR എടുത്തുകൊണ്ട് വരരുത്. ബിക്കോസ് നിങ്ങളൊരു 2-3 months കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മടുക്കും. നിങ്ങളത് തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. വിച്ച് എവർ ഓപ്ഷണൽ യു പിക്ക്, ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ്. അത് എന്താണെന്ന് നിങ്ങൾക്ക് എന്ത് സ്കോറിംഗ് ആണെന്ന് ആര് പറഞ്ഞാലും, കഴിഞ്ഞ വർഷം ടോപ്പ് 10-ൽ ആദ്യത്തെ 10 ആൾക്കാർ ആ ഓപ്ഷനിൽ നിന്ന് വന്നതാണെങ്കിലും നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ, ഇഫ് യു പിക്ക് ഇറ്റ്, യു വിൽ ഫേസ് എ റിയൽ ടഫ് ടൈം. ഓക്കെ. ഇപ്പോൾ PSIR ഓറിയന്റേഷൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് ആരും വന്ന് ചേരണ്ട. ഇഫ് യു സ്പിൻ ഓഫ് ഉണ്ടെന്ന് കേട്ടിട്ട് വന്ന് ചേരണ്ട. യു ജോയിൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓൺലി ഇഫ് യു ഹാവ് എൻ ഇൻട്രസ്റ്റ്. അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. സിലബസ് വായിച്ചു നോക്കുക. നോട്ട് ജസ്റ്റ് ഫോർ PSIR, എനി സബ്ജക്ട്. സിലബസ് വായിച്ചു നോക്കുക, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക, ഒരു ടോപ്പേഴ്സ് ടോക്ക് കേൾക്കുക, അല്ലെങ്കിൽ ടോപ്പേഴ്സിന് എല്ലാം പരിചയം ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക, ആൻഡ് കുറച്ച് ആൻസർ സ്ക്രിപ്റ്റുകൾ നോക്കുക. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രിലിമിനറി അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. ഇത് പറ്റുമോ ഇല്ലയോ, ഇത് നമ്മുടെ അഭിരുചിക്ക് ചേർന്ന സാധനമാണോ അല്ലയാണോ. ആൻഡ് ദെൻ യു ഡിസൈഡ് വെദർ യു വാണ്ട് ടു പിക്ക് ഇറ്റ് ഓർ വെദർ യു ഡോണ്ട് വാണ്ട് ടു പിക്ക് ഇറ്റ്. ഓക്കെ, സെറ്റ്. അപ്പോൾ everybody will be marketing their option, us included. But the logic is that you are writing this exam, നിങ്ങൾക്ക് കയറണം. Alright. Now, വേറൊരു കാര്യമാണുള്ളത്. സപ്പോസ് you have not decided. നിങ്ങൾ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അല്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അല്ല ഫിസിക്സ് ആണ്. ഫിസിക്സ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും. So because of that, you have decided that you need to pick a new subject. And then നിങ്ങൾ നാരോ ഡൗൺ ചെയ്തൊരു 2-3 സബ്ജക്റ്റുകളിൽ വന്ന് നിൽക്കുക. Let's say one of the subject is sociology and the other is some language subject or some other subject. Or let's say that one of the subjects is PSIR, വേറെ ഒരു ലിറ്ററേച്ചർ സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് രണ്ടും ഓക്കെ ആണ്, 2 സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഈ അനാലിസിസ് ഒക്കെ ചെയ്തു. സോ യു ആർ ഡൗൺ ടു 2 or 3 സബ്ജക്ട്സ്. ആ ഒരു കേസിൽ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ലേറ്റസ്റ്റ് സ്റ്റേജ്. ആൻഡ് യു ആർ എ ഒക്ടോബർ ബാച്ച്. സോ ഗിവ് ഇറ്റ് സം തോട്ട്. ഒരു 2-3 ആഴ്ച കൊടുക്കുക മാക്സിമം. അതിനുള്ളിൽ നിങ്ങളൊരു ഓപ്ഷനിൽ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഇയർ മെയിൻസ് എഴുതാന്നാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം, അല്ലേ? നെക്സ്റ്റ് ഇയറിൽ മെയിൻസ് എഴുതണ്ട എല്ലാവർക്കും. നെക്സ്റ്റ് ഇയറിൽ മെയിൻസ് എഴുതണം, നെക്സ്റ്റ് ഇയറിൽ പ്രിലിംസ് എഴുതണമെന്നാണ് ഉദ്ദേശമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എൻ ഓപ്ഷൻ ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത് അറ്റ്ലീസ്റ്റ്. അതും കുറച്ച് ലേറ്റ് ആണ്, പക്ഷെ എന്നാലും നിങ്ങളൊരു ടൈം എടുക്കുക. ബിക്കോസ് ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ടു സംതിങ് റോങ്, ദെൻ 2 months ഡൗൺ ദ ലൈൻ യു വിൽ ഹാവ് ടു ചേഞ്ച് ഇറ്റ്. ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞിട്ടൊക്കെ ഓപ്ഷനിൽ മാറ്റി സ്ക്രാച്ച് ചെയ്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസും കൂടെ ജെപ്പർഡൈസ് ചെയ്യുന്ന രീതിയിലായി മാറും. മേ ബി ടേക്ക് 1 or 2 weeks ആൻഡ് ഡിസൈഡ്. ഓക്കെ. സോ വാട്ട് വാസ് ഐ സേയിങ്? നിങ്ങൾ 2 സബ്ജക്ട്സ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുക. ഒരെണ്ണം ഒരു കണ്ടന്റ് ഹെവി അല്ലാത്തൊരു ഓപ്ഷനല്ല, മറ്റേ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓവർലാപ്പ് ഉണ്ട്, പക്ഷേ ഇച്ചിരി കണ്ടന്റ് ഹെവി ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇൻ ദാറ്റ് സിനാരിയോ, ഇഫ് യു ആർ ഓക്കെ വിത്ത് ബോത്ത്, പേഴ്സണലി ഐ വുഡ് സജസ്റ്റ് നിങ്ങളൊരു കണ്ടന്റ് ഹെവി ഓപ്ഷനിൽ പിക്ക് ചെയ്യണം. ഇഫ് യു ലുക്ക് അറ്റ് ദി എക്സാമിനേഷൻ, മെയിൻസ് ക്വസ്റ്റ്യനും ഈ വർഷത്തെ പ്രിലിംസ് ക്വസ്റ്റ്യനും ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഡു ടേക്ക് എ ലുക്ക്. അല്ലെങ്കിൽ ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സി എക്സാം കുറേ നാളായി കണ്ടന്റ് ഹെവിയായി മാറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം വരെ പ്രിലിംസ് എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ എലിമിനേഷൻ ട്രിക്സും സ്ട്രാറ്റജീസും അതൊക്കെ പറഞ്ഞിട്ട് കോഴ്സസ് ഒക്കെ നടത്തുക. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ
4 ഓപ്ഷൻ. ആ 4 ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എ തെറ്റാണ്. അപ്പോൾ എ ഇല്ലാത്ത ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും ബാക്കി ഒരു ഓപ്ഷനെ കാണും. നിങ്ങൾക്ക് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തൊക്കെ ആൻസറിലോട്ട് എത്താമെന്ന് പറഞ്ഞ് ഈ ട്രിക്സും ടിപ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ 42 ചോദ്യങ്ങൾ വന്നത്. ഒരു കുറെ സ്റ്റേറ്റ്മെന്റ്സ് തരും, എന്നിട്ട് അതിനുശേഷം ഓപ്ഷൻ. ഹൗ മെനി ആർ കറക്റ്റ്? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്നല്ല ചോദിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ്, 2 സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ്, 3 സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ്, 4 സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ്? അപ്പൊ ഈ ടിപ്സും ട്രിക്സും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ മാർക്കറ്റ് പോയി. ഈ പ്രിലിംസിന്റെ മുന്നേ തന്നെ there were people who conducted courses. ഓൺലൈനായിട്ട് വന്ന് 1000 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു പ്രിലിംസിലെ എലിമിനേഷൻ സ്ട്രാറ്റജീസ് പഠിപ്പിച്ചു കൊടുക്കാവുന്ന കോഴ്സ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ ലോജിക്. കണ്ടന്റ് വേണം, പക്ഷെ കണ്ടന്റിനോട് കൂടി ഇങ്ങനെ കുറച്ച് പൊടിക്കൈകൾ കാണിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. മെയിൻസിൽ കുറച്ച് തള്ളു പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ബട്ട് മെയിൻസ് വരുമ്പോൾ കുറേ കൂടെ കണ്ടന്റ് വേണം. പക്ഷെ ഇപ്പൊ പ്രിലിംസിൽ തന്നെ ഇങ്ങനെ 42 ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. വേറെ വന്നൊരു 20 ചോദ്യങ്ങൾ വന്നൊരു ഫോമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ statement 1 is correct and statement 2 is correct and statement 1 is the correct explanation of statement 2. ആ രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, കമ്മിങ് ബാക്ക്. സോ ഒരു 60 ചോദ്യം. ഇപ്പൊ പ്രിലിംസ് നോക്കുമ്പോൾ തന്നെ കണ്ടന്റ് ഹെവി ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾ പകുതി പഠിച്ചിട്ട് നിങ്ങളിപ്പോൾ ക്ലിയർ ചെയ്യാൻ പോകുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. റൈറ്റ്. So if you are confused with a content heavy optional which has spin-off, PSIR മാത്രമല്ല spin-off ഉള്ള സബ്ജക്ട്സ്, വേറെ 1-2 സബ്ജക്റ്റുകളുണ്ട്. നിങ്ങൾ ആ ഓപ്ഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ GS ഉപയോഗിക്കാം. GS നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ കണ്ടന്റ് ഓപ്ഷനിൽ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ 2 സബ്ജക്റ്റുകളിലോട്ടോ 3 സബ്ജക്റ്റിലോട്ടോ ചുരുങ്ങുവാണ് നിങ്ങളുടെ സെർച്ച് എങ്കിൽ, ആൻഡ് ഇഫ് 2 ഓഫ് ദോസ് സബ്ജക്ട്സ് ആർ അത്രയും കണ്ടന്റ് ഹെവി അല്ലാത്ത സബ്ജക്റ്റും ഒരെണ്ണം കുറച്ചും കൂടെ സ്പിൻ-ഓഫ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ, I would personally suggest you to pick a subject that has more content and more spin. നമ്മുടെ ഉദ്ദേശം എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ള, അല്ലെങ്കിൽ എന്താണ് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത സബ്ജക്റ്റ് പഠിക്കുക എന്നല്ല. നമ്മുടെ ഉദ്ദേശം ഈ പരീക്ഷ ക്ലിയർ ചെയ്യുക, IAS അല്ലെങ്കിൽ IFS IPS കിട്ടാൻ പാകത്തിലുള്ള ഒരു റാങ്ക് എടുക്കാന്ന്. ദാറ്റ് ഈസ് വൈ യു ആർ ഓൾ ഹിയർ. ഓക്കെ, ബട്ട് അൾട്ടിമേറ്റ്ലി എനിക്കിപ്പോൾ ഒരു ലിറ്ററേച്ചർ സബ്ജക്ട് മലയാളമാണ് താല്പര്യം. ഞാൻ മലയാളം പഠിച്ചതാണ്, അല്ലെങ്കിൽ എനിക്ക് മലയാളം നന്നായിട്ട് വായിക്കുന്ന ആളാണ്, സിലബസ് കണ്ടു, എനിക്ക് അതിനകത്തൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്, ഈ അനാലിസിസ് ഒക്കെ ചെയ്തിട്ടും എന്നെ കൊണ്ട് പറ്റുന്നതാണ് തോന്നുന്നുണ്ട്. ഇഫ് യു ആർ സോ ഇൻട്രസ്റ്റഡ് ഇൻ ദ സബ്ജക്ട്, ദെൻ പ്ലീസ് പിക്ക് ദാറ്റ് സബ്ജക്ട്. ഫസ്റ്റ്ലി നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ കൺഫ്യൂസ് ആകുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ കണ്ടന്റിന്റെ കാര്യം നോക്കുക, സ്പിൻ ഓഫിന്റെ കാര്യം നോക്കുക. PSIR സാറ് ഓൾറെഡി പേപ്പർ 1ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പേപ്പർ 2 വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ എന്താണ് ഇന്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് അതിന്റെ ഒരു 80% വരുന്നത്. 20% കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആണ്. സോ നിങ്ങൾക്ക് IR കുറച്ച് തിയറി പഠിക്കേണ്ടി വരും. അതിനോടൊപ്പം കണ്ടംപററി ആയിട്ടുള്ള ബയലാട്രൽ റിലേഷൻസും കണ്ടംപററി ആയിട്ടുള്ള IR ട്രെൻഡുകളൊക്കെ പഠിക്കേണ്ടി വരും. ഇത് GS2 നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. GS2 നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കുറേ എക്സാമ്പിൾസും വാല്യൂ അഡീഷനും നിങ്ങൾക്ക് ഓപ്ഷണൽ പേപ്പറിൽ കൊണ്ടുവരാൻ പറ്റും. ഓപ്ഷണൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ആ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനും പറ്റും. I'll just take 2 minutes and sum up. See, how to prepare if you end up taking PSIR. PSIR മാത്രമല്ല, ഇപ്പോൾ പല ഓപ്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളാണ്. സം പെർസ്പെക്റ്റീവ് ദാറ്റ് യു നീഡ് ടു കം ഇൻ. ബട്ട് സ്പെസിഫിക്കലി ഇഫ് യു ടേക്ക് PSIR, നമുക്ക് കുറച്ച് കണ്ടന്റ് ഹെവിയാണ്, കുറച്ച് അപ്ഡേഷനൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ മാൻഡറ്ററിലി നിങ്ങൾ പത്രത്തിന്റെ എഡിറ്റോറിയലൊക്കെ വായിക്കണം. പത്രം വായിക്കണം. അത് UPSC ആസ്പിറന്റ്, യു ആർ എക്സ്പെക്റ്റഡ് ടു റീഡ് ആൻഡ് യു ഷുഡ് ബി അവെയർ അബൌട്ട് സ്റ്റഫ്. ബട്ട് ഇഫ് യു ആർ എ PSIR ഓപ്ഷണൽ സ്റ്റുഡന്റ്, ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ വുഡ് സേ ദാറ്റ് നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പർ, ഇന്ത്യൻ എക്സ്പ്രസ് ആണോ ഹിന്ദു ആണോ, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, ഇന്ത്യൻ എക്സ്പ്രസ്. അത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രം അവർക്കിപ്പോൾ കേരളത്തിൽ എന്താ ഇതില്ല, എഡിഷൻ ഇല്ല. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ, ഓൺലൈൻ എഡിഷൻ മാത്രമേ ഉള്ളൂ. ഹിന്ദു വായിക്കുന്നതാണെങ്കിൽ ഹിന്ദു, ഏതെങ്കിലും ഒരു പത്രം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഡെയിലി അതിൽ IR റിലേറ്റഡ്, ഇന്ത്യൻ ഗവൺമെന്റ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. അതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കുന്നത് ഒരു റെഗുലർ ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ PSIR എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ORF പോലുള്ള വെബ്സൈറ്റുകൾ വിച്ച് ആർ ഡിവോട്ടഡ് ടു ഫോറിൻ പോളിസി റിലേറ്റഡ് അനാലിസിസ്, അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കേണ്ടി വരും. ആഴ്ചയിൽ ഒരു 2-3 നല്ല ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചാൽ അതിൽ നിന്ന് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ പ്രെപ്പ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ബിൽഡിംഗ് പ്രോസസ്സാണ്. നിങ്ങൾ ഒരു കാര്യം 5 ദിവസം ചെയ്തു, പിന്നെ 2 മാസം കഴിഞ്ഞ് ഇനി 5 ദിവസം ചെയ്തു. അതിനേക്കാളും നല്ലത് നിങ്ങൾ കുറേശ്ശെ ഡെയിലി ചെയ്യുക.
ഒരു വീക്കിൽ നിങ്ങളൊരു റെഗുലർ ആയിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കി ഇപ്പോൾ ഇന്ന് പറ്റിയില്ല, നാളത്തേക്ക് മാറ്റി വയ്ക്കാം, നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ മറ്റന്നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും നിങ്ങൾ ചെയ്യില്ല. ഓക്കെ, സോ ഇഫ് യു ആർ സെറ്റിംഗ് ഓഫ് ഇഫ് യു ആർ ട്രൈങ് ടു വട്ട് പോസ്റ്റ്പോൺ യുവർ വർക്ക്, മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളൊരു 2 to 3 ഡേ ടാർഗറ്റ്സ് സെറ്റ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, സോ വാട്ട് എവർ ഓപ്ഷൻ യു എൻറ്റർ, സ്പെസിഫിക്കലി കുറച്ച് ഡൈനാമിക്സ് ഉള്ള ഓപ്ഷൻസ് ആണെങ്കിൽ നോട്ട് മേക്കിംഗ് നിങ്ങളൊരു റെഗുലർ ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇനി അഥവാ നിങ്ങൾ PSIR എടുക്കുകയാണെങ്കിൽ ഐ മൈ ബി ഹിയർ, ഞാൻ ഡയറക്ട്ലി ഇവിടെ നവംബർ വരെ അക്സസിബിൾ ആണ്. സോ എനിബഡി യൂസ് ടേക്കിംഗ് PSIR, ഇഫ് യു ഫീൽ ലൈക്ക് യു വോണ്ട് ടു ഹാവ് എ കോൺവെർസേഷൻ, ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ ആൻഡ് ആഫ്റ്റർ ദറ്റ് ഓൾസോ മേ ബി യു കൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ. ബട്ട് നിങ്ങൾ ഔട്ട്സെറ്റിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, യു ട്രൈ ആൻഡ് ഇൻകൾക്കേറ്റ് ദിസ് ഹാബിറ്റ്സ് ഓഫ് ന്യൂസ് പേപ്പർ റീഡിങ്, പീരിയോഡിക് നോട്ട് മേക്കിംഗ് ആൻഡ് ഓൾ ദോസ് റിലേറ്റഡ് ആൻഡ് റെഗുലർ ആയിട്ടുള്ള പഠനം. ഓക്കെ, നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്ന ബാച്ചാണ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ജാനുവരി ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് സബ്ജക്ട്സ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ മാസം അവസാനം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ തന്നെ ആൻസർ റൈറ്റിംഗ് ഒക്കെ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഐ വിൽ നോട്ട് ടേക്ക് അപ്പ് ടു മച്ച് ഓഫ് യുവർ ടൈം അഗൈൻ, വിൽ വൈൻഡ് അപ്പ്. ബട്ട് വെൻ യു ആർ പിക്കിംഗ് യുവർ ഓപ്ഷൻ, ജസ്റ്റ് റിമെമ്പർ, ഓപ്ഷനിൽ സെലക്ട് ചെയ്തെന്ന് പറയുമ്പോൾ സിലബസ്, ക്വസ്റ്റ്യൻ പേപ്പർ, ടോപ്പേഴ്സിൻ്റെ ഒരു അനാലിസിസ്, കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ടോപ്പേഴ്സിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ്സ്, ഇത്രയും വായിച്ചിട്ട് നിങ്ങൾക്ക് അഭിരുചി അല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കുക. ഇഫ് യു ആർ കൺഫ്യൂസ് ബിറ്റ്വീൻ 2 ഓപ്ഷണൽസ്, ദെൻ ഗോ ഫോർ ദ കണ്ടന്റ് ഹെവി വൺ ഇഫ് യു ആർ ഓക്കെ വിത്ത് ബോത്ത്. ഓക്കെ, അൾട്ടിമേറ്റ്ലി താല്പര്യമുള്ള ഒരു സാധനം മാത്രം എടുക്കുക. സ്കോറിംഗ് ഓപ്ഷണൽ ആണോ നോൺ സ്കോറിംഗ് ഓപ്ഷണൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ എഫേർട്ടാണ്. സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾ നോക്കുമ്പോഴും അത് കാണാം. PSIR അറിയാവുന്ന ആൾക്കാർ അതിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, സോഷ്യോളജി അറിയാവുന്ന ആൾക്കാർ അതിൽ ഹൈ സ്കോർ ചെയ്തിട്ടുണ്ട്, മാത്സ് സ്കില്ലുള്ള ആൾക്കാർ 300+ അടിച്ച് ടോപ്പിൽ കയറും. സോ ഓൾ ദ ബെസ്റ്റ് യു ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട്. എനിക്ക് നേരിട്ട് പരിചയമില്ല, എന്ത് പറ്റി? ഫിസിക്സ് എടുക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഫിസിക്സിലാണെങ്കിലും അതാണ് കേട്ടിട്ടുള്ളത്. വേണേ കണക്ട് ചെയ്ത് ആരെങ്കിലും വഴി മുട്ടിച്ചു തരാം. ഫിസിക്സ് എടുത്തിട്ട് ഇവിടെ എഴുതിയ ആൾക്കാരുണ്ട്, പുള്ളി മാറ്റി. പുള്ളി ഇപ്പോൾ സർവീസിലുണ്ട്, ഒരാളുണ്ട്, പക്ഷെ അയാൾ പിന്നെ ഓപ്ഷനിൽ മാറ്റിയോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഒന്ന് നോക്കണം. ഓക്കെ, മാറ്റാറുണ്ട്, പക്ഷെ മാറ്റുന്നത് ഭയങ്കര ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആന്ത്രോപോളജി ഇപ്പോൾ കൂടുതൽ പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ്, ഇവിടെ നിന്ന് ആൾക്കാർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ സിലബസ് നോക്കി താല്പര്യമുണ്ടെങ്കിൽ, പിന്നെ ആന്ത്രോ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ള, അവർ കുറച്ചുകൂടെ ഒരു ചെറിയൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ആന്ത്രോ എടുക്കുന്നത്. എനിക്ക് അതിൻ്റെ ഡെപ്തിലോട്ട് ഞാൻ അധികം പോയിട്ടില്ല, പക്ഷെ നോട്ടീസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആന്ത്രോ എടുത്ത് ക്ലിയർ ചെയ്ത് ആന്ത്രോ എടുത്ത് ടോപ്പായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ സർക്കിളിലുണ്ട്. 21 റോജ ഇപ്പോൾ IFS കിട്ടിയ ആളാണ് കേരളത്തിൽ നിന്ന്. അപ്പോൾ പുള്ളിക്കാരി 280+ മാർക്സാണ്. പക്ഷെ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു +1 +2 ബയോളജി സയൻസ് എങ്കിലും പഠിച്ച ഒരു ബന്ധം കാണുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് ഷുവർ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് അതിനപ്പുറത്തോട്ട് പോകുന്ന ഒരു റിലേഷൻ ഇല്ലാത്ത ആൾക്കാരെ എങ്ങനെയാണെന്ന് ഉറപ്പില്ല. പക്ഷെ ഇവർ ഇൻട്രസ്റ്റഡ് ഇൻ ആന്ത്രോ, ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ യു ക്യാൻ ഗൈഡ് യു. ഓക്കെ, നിങ്ങളെ സിലബസ് നോക്കി ഈ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ കൺവിൻസ്ഡ് ആണോ, ബിക്കോസ് യു ആർ ദ ജഡ്ജ് ഓഫ് യുവർ ഓൺ കേപ്പബിലിറ്റീസ് ആൻഡ് യുവർ എബിലിറ്റീസ്. അപ്പോൾ വേറൊരാൾക്ക് പറയാൻ പറ്റുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഈ സാധനം ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കുന്നതാണ്. 6 മാസം കഴിഞ്ഞ് ഓപ്ഷനിൽ മാറ്റാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നത് വല്ലാത്തൊരു പ്രശ്നമാണ്. ഇവിടെ ഓൾറെഡി ഇൻവെസ്റ്റഡ് സോ മച്ച് ടൈം, പിന്നെ ഫ്രം സ്ക്രാച്ച് നിങ്ങൾ വേറൊരു കാര്യം എടുക്കാനായിരിക്കും പോകുന്നത്. ഓക്കെ, അല്ല, ഓപ്ഷണൽ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, അതിൻ്റെ കീഴിൽ 2 പേപ്പേഴ്സ് വരുന്നേ ഉള്ളൂ. അല്ല, രാവിലെയും ഉച്ചതിരിഞ്ഞ് ഇപ്പോൾ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഉള്ളൂ നമുക്ക്, പക്ഷെ അതിൻ്റെ ഒരു പേപ്പർ 1ഉം പേപ്പർ 2ഉം കാണും. രണ്ടും ഒരേ സബ്ജക്റ്റിൻ്റെ തന്നെ 2 പേപ്പേഴ്സാണ്, ടോപ്പിക്സ് സിലബസ് വൈസ് ഡിവൈഡ് ചെയ്തിരിക്കും. അപ്പോൾ ഫിസിക്സ് എടുക്കാനാണ് താല്പര്യമെങ്കിൽ ഫിസിക്സിൻ്റെ ആ ഒരു സിലബസ് ആദ്യം ഒന്ന് നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക, പിന്നെ ഒരു ടോപ്പർ സ്ട്രാറ്റജി വല്ല യൂട്യൂബിൽ നോക്കുക. പിന്നെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, നമുക്ക് ആരെങ്കിലും മുട്ടിച്ചു തരാം, ഫിസിക്സ് എടുത്ത ആരെങ്കിലും ഒക്കെ. ഫിസിക്സ് മാത്സ് ഒക്കെ റെയർ ആണ്. കുറെ മാത്സ് പിന്നെ ഇപ്പോൾ കോമൺ ആണ്, കുറെ IT ബിടെക് പഠിച്ചാലും ഐസറിൽ മറ്റേ BSMS ചെയ്താലും ഇപ്പൊ മാത്സ് എടുക്കുന്ന ട്രെൻഡാണ്. ഫിസിക്സ് അതിന്റെ അത്രയും കോമൺ അല്ല, പക്ഷെ ഫിസിക്സ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇഫ് യു സ്പെസിഫിക്കലി വാണ്ട് ടു സ്പീക്ക് ടു സമൺ ആഫ്റ്റർ ലുക്കിംഗ് അറ്റ് ദിസ്, ഗെറ്റ് ഇൻ ടച്ച്, നമുക്ക് നോക്കാം. ഓക്കെ, ആരെങ്കിലൊക്കെ അവിടെ
ചില സബ്ജക്റ്റുകൾ GS ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഓപ്ഷണൽസ് ആണ്. ഓക്കെ, അത് പക്ഷെ നമുക്ക് അതിൽ ഭയങ്കര താല്പര്യമാണെങ്കിൽ നമുക്ക് അതിലൊരു 280 എഴുതി എടുക്കാൻ പറ്റും. ബട്ട് ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് വിത്ത് സച്ച് എ സബ്ജക്ട് വിച്ച് ഹാസ് നോ സ്പിൻ ഓഫ് ഇൻ യുവർ GS വലിയ ഒരു ബന്ധമൊന്നും ഇല്ല, ഇപ്പുറത്ത് നിങ്ങൾക്ക് വേറൊരു സബ്ജക്റ്റും താല്പര്യമുണ്ട്, സോഷ്യോ, ജിയോഗ്രഫി, PSIR, ഇതൊക്കെ സ്പിൻ ഓഫ് ഉള്ള സബ്ജക്റ്റുകളാണ്, പബ്ബാറ്റ്, ഇത് രണ്ടും തമ്മിൽ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ രണ്ടിനും ഒരു ഈക്വൽ ഇതുണ്ട്, രണ്ടിൻ്റെ സിലബസ് ഒക്കെ നോക്കിയിട്ട് രണ്ടും എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ ആ സിനാരിയോയിൽ ഐ വുഡ് പേഴ്സണലി സേ പിക്ക് ദി കണ്ടന്റ് ഹെവി വൺ. കാരണം അത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് GS-ലും ബെനിഫിറ്റ് ഉണ്ട്, GS പഠിക്കുന്നത് നമുക്ക് ആ ഓപ്ഷനിലും എഴുതി വെക്കാനായിട്ട് പറ്റും, റൈറ്റ്? പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഇതിനോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങൾ ആ മറ്റേ ഓപ്ഷൻ എടുക്കാൻ ഇതുള്ള ആൾക്കാരാണ്. ഇപ്പോൾ മാത്ത് പഠിക്കുന്നതുകൊണ്ട് വേറെ ഒരു സ്പിൻ ഓഫും ഇല്ല GS-ൽ, പക്ഷെ നിങ്ങൾ മാത്തിൽ പുലിയാണെങ്കിൽ മാത്ത് പഠിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആ ഓപ്ഷണൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. യു മൈറ്റ് സ്കോർ 300+, യു മൈറ്റ് സ്കോർ 320, റൈറ്റ്? പക്ഷെ പേഴ്സണൽ ഡിസിഷൻ, എല്ലാവരും അവരുടെ ഓപ്ഷണൽ മാർക്കറ്റ് ചെയ്യും, അതിൻ്റെ ബെനിഫിറ്റുകൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും. ദാറ്റ് വിൽ ഹെൽപ്പ് യു മേക്ക് എ മോർ ഇൻഫോംഡ് ഡിസിഷൻ. ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങളാണ് അത് ചൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ അഭിരുചിയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ആ ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസ് നടത്തിയിട്ട് നിങ്ങൾ തീരുമാനിക്കും. ഓൾറൈറ്റ്, ഓൺലൈൻ, ഓഫ്ലൈൻ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? PSIR പഠിച്ച ആരെങ്കിലും ഉണ്ടോ ഡിഗ്രിക്ക്? ഓക്കെ, PSIR ആണ് പഠിച്ചത്. എവിടെ പഠിച്ച? യൂണിവേഴ്സിറ്റി. PG യോ UG? PG. ഓക്കെ, PSIR എടുക്കാനാണോ പ്ലാൻ? തീരുമാനിച്ചില്ല. ഓക്കെ ഓക്കെ. സോ ഇഫ് യു നീഡ് എനി അതർ അസിസ്റ്റൻസ് ഇവിടെ കിട്ടുന്നത് കാണും നവംബർ വരെ. ഫീൽ ഫ്രീ ടു ഗെറ്റ് ഇൻ ടച്ച്. ഓക്കെ, താങ്ക് യു.